നമസ്കാരം മക്കളെ. LGS എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ PSCയുടെ യോഗ തീരുമാനത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതായത് നമുക്കറിയാം LGS എക്സാം, വേരിയസ് LGSന്റെ എക്സാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസത്തിലായിരുന്നു അതിന്റെ അവസാനത്തെ സ്റ്റേജ്. അപ്പോൾ വിവിധ സ്റ്റേജുകൾ 4 സ്റ്റേജുകളിലാക്കി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ കീം, അതിന്റെ ഡിലീഷൻ എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം വന്നു. അതിന്റെ ചുരുക്ക പട്ടിക ദാ വരാൻ പോവുകയാണ്. ഇന്നലെ നടന്നിട്ടുള്ള PSCയുടെ യോഗ തീരുമാനത്തിലെ 535/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള വിവിധ ജില്ലകളിലെ വിവിധ വകുപ്പുകളിലുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ സാധ്യതാ പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് ആ ഒരു വാർത്ത. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, എത്രയും വേഗം തന്നെ എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന സാധ്യതാ പട്ടിക വരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ കാത്തിരുന്ന, കുറെ നാളുകളായി പഠിച്ച് കഷ്ടപ്പെട്ട് കാത്തിരുന്ന പരീക്ഷയുടെ സാധ്യതാ പട്ടിക ഉടൻ തന്നെ വരാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തേക്കുക, നന്നായിട്ട് നോക്കിയിരിക്കുക. ഇനി LGS എക്സാമിനേഷൻ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇരിക്കരുത്. നിങ്ങൾക്ക് ഇനിയും എന്തുണ്ട്, അവസരങ്ങളുണ്ട്. അപ്പൊ അവസരങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ജനുവരി മാസത്തിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഷോർട്ട് ലിസ്റ്റ് വരാൻ പോവുക. അതിന്റെ പ്രോസസ്സുകൾ, അതിന്റെ ഡോക്യുമെന്റുകളൊക്കെ വെരിഫിക്കേഷൻ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ ഒരുക്കി കാത്തിരിക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, LGS എക്സാം നിങ്ങൾ എഴുതി, പക്ഷേ ഇനി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരട്ടെ അല്ലെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരട്ടെ എന്നൊന്നും നോക്കി ഇരിക്കരുത്. നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഉടൻ തന്നെ വരാൻ പോവുകയാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കാൻ, അതായത് LGSകാർക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് പഠിക്കാനായിട്ട് കഴിയും. ഇപ്പൊ 10th ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി. അപ്പൊ ഗ്രൂപ്പ് ഡിക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. 32,000-ൽ അധികം എന്താണ് വേക്കൻസിയിലേക്കാണ് RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ വിളിക്കുക. ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആണ്. നിരവധി ആയിട്ടുള്ള എന്താണ് ബെനിഫിറ്റുകൾ കിട്ടാൻ പോവുകയാണ്. ഒരു 32,000 അല്ലെ 30,000 പ്ലസ് സാലറിയോടുകൂടി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ്. LGSന്റെ ഉള്ള അതേ സിലബസിന്റെ തന്നെ ചെറിയൊരു മാറ്റം മാത്രമേ എവിടെയുള്ളൂ, നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് ഉള്ളൂ. അപ്പൊ അത് വിശകലനം ചെയ്തുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ എന്ത് ചെയ്തേക്കുക, നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി അത് മാത്രമല്ല, നമ്മുടെ മറ്റ് എക്സാമുകളൊക്കെ സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലെ തന്നെ നമ്മുടെ ഫോഴ്സ് പരീക്ഷകളായിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാമുകളായിക്കോട്ടെ, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സുവർണ അവസരമുണ്ട്. സൂപ്പർ നോട്ട്സിന്റെ ന്യൂ ഇയർ ഓഫർ 10% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. ജനുവരി ആദ്യത്തെ ആഴ്ച മുതൽ പല കോഴ്സുകളുടെയും, എല്ലാ ക്ലാസ്സുകളുടെയും അല്ല, പലതിന്റെയും ബാച്ചുകൾ ആരംഭിക്കുന്നത് ജനുവരി മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിലാണ്. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് 1-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് കഴിയും, ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി മക്കളെ, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ വിവരങ്ങളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ദെൻ അതേപോലെ തന്നെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുക. ഗ്രൂപ്പ് ഡിയുടെ എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. ഓക്കെയാണ്. അപ്പൊ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതിന് 10% ഡിസ്കൗണ്ട് ഇപ്പോഴുണ്ട്. അതിന് വേണ്ടിയിട്ട് സൂപ്പർ ന്യൂ ഇയർ 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ. അപ്പം നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നത്. മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.